പ്രവാസ ലോകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സൌദിയിലെ സ്വദേശീവൽക്കരണം പരത്തിയ പരിഭ്രാന്തിയിൽ നമ്മുടെ കുറെ പ്രവാസികളുടെ മുഖം ഒരിക്കൽ കൂടി മാധ്യമങ്ങളിൽ തെളിഞ്ഞുവരാൻ തുടങ്ങിയിരിക്കുന്നു. ചർച്ചകൾ കൊഴുകൊഴുത്തു. മന്ത്രിമാരും നേതാക്കന്മാരും രക്ഷകരുടെ കുപ്പായം അണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്തായാലും നിദാക്കത്ത് നീട്ടിവച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഗവൺമെന്റ് കേരളത്തിലെ പ്രവാസികളുടെ കണക്കെടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. മെയ് മാസത്തിലാണ് ഇതിനായുള്ള സെൻസസ് ആരംഭിക്കുന്നത്. പ്രബുദ്ധരായ നമ്മുടെ ജനങ്ങൾ ഇതിനുവേണ്ടി സഹകരിക്കണം എന്ന പ്രാർത്ഥനയോടെ അഭ്യർത്ഥനയോടെ ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. കേരളീയ സമൂഹത്തിൽ ഓംബുഡ്സ്മാൻ എന്ന നിലയ്ക്ക് ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ കേരള ഹിന്ദി ഖാദി പ്രചാരക് സമിതി മുഖ്യ രക്ഷാധികാരിയായിരുന്ന ജസ്റ്റിസ് KP രാധാകൃഷ്ണ മേനോന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രവാസി വനിതാ സാമൂഹ്യ സേവാ പുരസ്കാരം നവയുഗം ജീവകാരുണ്യ പ്രവർത്തക സഫിയ അജിത് ഏറ്റുവാങ്ങി. ശില്പവും പ്രശസ്തിപത്രവും സ്മൃതി മെഡലും അടങ്ങുന്ന പുരസ്കാരം എറണാകുളത്ത് നടന്ന ചടങ്ങിൽ ജസ്റ്റിസ് KP രാധാകൃഷ്ണ മേനോൻ, അനുസ്മരണ സമിതി ഉന്നതാധികാര സമിതി ചെയർമാൻ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ആണ് പുരസ്കാരം കൈമാറിയത്. ദേശീയോദ്ഗ്രഥന പുരസ്കാരം മുൻ MPയും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമായ MP വീരേന്ദ്രകുമാറിനും, കലാപുരസ്കാരം പ്രമുഖ പിന്നണി ഗായിക കുമാരി വൈക്കം വിജയലക്ഷ്മി അവർക്കും, ആതുര സേവന രംഗത്തു നിന്നും MS ഫൈസൽ ഖാൻ, വൈകല്യമുള്ള കുട്ടികളുടെ സേവനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രിൻസ് P പട്ടാശ്ശേരി എന്നിവർക്കും ചടങ്ങിൽ പുരസ്കാരങ്ങൾ കൈമാറി. ജസ്റ്റിസ് KP രാധാകൃഷ്ണ മേനോൻ അനുസ്മരണ സമ്മേളനത്തോട് അനുബന്ധിച്ച് നടന്ന സംസ്ഥാനതല മാനവികത സൌഹൃദ സദസ്സ് മുൻ മന്ത്രി VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ഉന്നതാധികാര സമിതി മുഖ്യ രക്ഷാധികാരി ജസ്റ്റിസ് PK ഷംസുദ്ദീൻ, കൺവീനർ PKP കർത്ത, ജനറൽ സെക്രട്ടറി KM നാസർ, ജസ്റ്റിസ് TV രാമകൃഷ്ണൻ, VK കൃഷ്ണമേനോൻ, എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് EX ജോസഫ്, മുതിർന്ന ഗാന്ധിയൻ ആണ്ടിപ്പള്ളിമഠം ബാബുരാജ്, പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ് പ്രൊഫസർ ഡോക്ടർ MS സുനിൽ, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സലാല കൈരളിയുടെ വാർഷിക സമ്മേളനം സഖാവ് കരുണൻ ഗുരുക്കൾ നഗറിൽ നടന്നു. സലാല കൈരളിയുടെ വിവിധ യൂണിറ്റിൽ നിന്നുമായി 130 പ്രതിനിധികളെ പങ്കെടുപ്പിച്ചു. കൈരളിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ വിജയരാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. K ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. റിപ്പോർട്ടിനെക്കുറിച്ചും ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചും വിശദമായ ചർച്ചയും പ്രതിനിധികൾ നടത്തി. സമ്മേളനം 39 അംഗ CCയും 14 അംഗ സെക്രട്ടേറിയറ്റും തിരഞ്ഞെടുത്തു. ചന്ദ്രൻ K പ്രകാശൻ, CK പവിത്രൻ, K വിനയകുമാർ, വിനോദൻ, റഹീം KA, ദാമോദരൻ, ശശി, അശോകൻ, ബാബുരാജ്, ഉണ്ണിത്താൻ, RM പ്രശാന്ത് കുമാർ, സിജോയ്, UP ശശീന്ദ്രൻ എന്നിവരാണ് സെക്രട്ടേറിയറ്റ് മെമ്പർമാർ. പുതിയ ജനറൽ സെക്രട്ടറിയായി വിനയകുമാറിനെയും പ്രസിഡന്റായി ബാബുരാജിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ശശി ജോയിന്റ് സെക്രട്ടറി, വിനോദൻ വൈസ് പ്രസിഡന്റ്, UV ശശീന്ദ്രൻ ഖജാൻജി എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. 2 വർഷം മുമ്പ് മസ്കറ്റിൽ വെച്ച് മരണപ്പെട്ട ഒരു പ്രവാസിയുടെ കുടുംബം തങ്ങൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുകയ്ക്ക് വേണ്ടി ഇന്നും കേണപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ കൈരളിയുടെ പത്തനംതിട്ട റിപ്പോർട്ടർ ലെസ്ലി അയച്ചു തന്ന ഈ വേദന നിറഞ്ഞ കഥയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇത് പത്തനംതിട്ട ജില്ലയിലെ വയ്യാറ്റുപുഴ സ്വദേശിനി സൈനഭ. ഭർത്താവ് വിദേശത്ത് വാഹനാപകടത്തിൽ മരണപ്പെട്ടതോടെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ചുമലിലേറ്റാൻ വിധിക്കപ്പെട്ട യുവതി. ഭർത്താവിന്റെ വൃദ്ധരായ മാതാപിതാക്കളെയും വളർച്ചയെത്താത്ത 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും സൈനഭ റബ്ബർ ടാപ്പിംഗിലൂടെ ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലൂടെയാണ് പോറ്റുന്നത്. തന്റെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുകയാണെന്ന് വീട്ടിലറിയിച്ച അടുത്ത ദിവസമാണ് സൈനഭയുടെ ഭർത്താവ് അഷ്റഫ് വാഹനാപകടത്തിൽ മരിക്കുന്നത്. മസ്കറ്റിൽ മുനിസിപ്പാലിറ്റി ജീവനക്കാരനായ അഷ്റഫിന്റെ മരണശേഷം ഈ കുടുംബത്തിന് ആകെ ലഭിച്ച സഹായം അഷ്റഫിന്റെ 1 മാസത്തെ ശമ്പളം മാത്രം. കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ചുമക്കുന്ന സൈനബയ്ക്ക് പക്ഷേ കുട്ടികളുടെ പഠനത്തിനാവശ്യമായുള്ള ചെലവുകൾക്ക് പോലും ഗതിയില്ലാത്ത അവസ്ഥയിലാണിന്ന്. രണ്ടും പ്രായമാണ്, എനിക്ക് വേറെ ജോലിയില്ല, നമ്മള് സ്ഥലത്ത് ആദായം ഭക്ഷണം കഴിയുന്നു. നിയമാനുസൃതമായി ലഭിക്കേണ്ട മരണാനന്തര സഹായത്തിനായി ഈ സാധു യുവതി മുട്ടാത്ത വാതിലുകളില്ല. നോർക്കയിൽ അപേക്ഷ നൽകിയിട്ടും അധികൃതർ വേണ്ട നടപടികളും സ്വീകരിക്കുന്നില്ലെന്നാണ് അഷ്റഫിന്റെ വൃദ്ധനായ പിതാവിന്റെ പരാതി. എന്നെ ബന്ധപ്പെട്ട് പല പേപ്പറുകൾ വാങ്ങിച്ച് ഇതുവരെയായിട്ടൊന്നും
സ്വമനസ്സുകളുടെ സഹായത്തോടെ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ സാധു കുടുംബം.